ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് കായ ചേർത്ത ഒരു ബീഫ് കറിയുടെ റെസിപ്പി പരിചയപ്പെടാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു കുക്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുക്കറിൽ ഒരു 3 വിസിൽ വരത്തക്ക വിധം നമുക്ക് പാകം ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കായ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുക്കറിൽ ഒരു 3 വിസിലോളം അടിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ബീഫെല്ലാം ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കായ നടുവേ പിളർന്ന് 1 ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുത്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പകുതി വേവായ ബീഫിലേക്ക് നമുക്ക് കായ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കായ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഒരു 3 വിസിൽ വരത്തക്ക വിധം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിലേക്ക് പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഏലക്ക ഇവ ചേർത്ത് എണ്ണയിൽ നന്നായി ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഇട്ട സ്പൈസസ് എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴണ്ട് വന്നിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും ഒക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഈ ചേരുവകളെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. കൂടെ തന്നെ അല്പം കറിവേപ്പിലയും ഇട്ട് ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് നന്നായി പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ റെഡിയായിരിക്കുന്ന ബീഫും കായും ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോഴത്തേന് കറി റെഡിയായി വന്നിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.